നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാ മഹ്യം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വിഷ്ണവാം ച ശ്രീരൂപം സകൃജാതം സഹഗണരഘുനാഥാനിതം തം സജീവം സാധുയിതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീ വിശാഖാന്വിതാം ച ശ്രീകൃഷ്ണകരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഓം തത്സത്. ഹരേ കൃഷ്ണ. രാമായണത്തിന്റെ 13 ദിവസം നമ്മൾ പിന്നിട്ട് ശ്രീരാമചന്ദ്രൻ ആരണ്യകണ്ഠത്തില് ആ വളരെ പ്രായം ചെന്ന ഏറ്റവും വലിയ ഭക്തനായ ജടായു ശ്രേഷ്ഠനെയും കണ്ട് അനുഗ്രഹിച്ച് ജടായു ശ്രേഷ്ഠന്റെ മാർഗനിർദ്ദേശത്തൂടെ പഞ്ചവടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ അവിടെ ഒരു കൂട്ടം കാര്യങ്ങളാണ് ശ്രീരാമചന്ദ്രൻ ചെയ്യുന്നത്. ഒരു കൂട്ടം കാര്യങ്ങൾ. ഇതെല്ലാം ഇതിൻ്റെയൊക്കെ നിയോഗത്തിന് വേണ്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രൻ വനവാസത്തിനായിട്ട് വരുന്നത്. നമ്മള് പറയാറുണ്ട്, പണ്ട് പാടാറുണ്ട്, ആരറിവൂ നിൻ മായാലീലകൾ അഖില ജഗത്മയനേ. നമ്മള് പണ്ട് പാടാറുണ്ട് പണ്ടുള്ളവർ. ഇപ്പം ഭഗവാന്റെ ലീലകളും വർണ്ണനകളും സാഹസങ്ങളും എല്ലാം നമ്മുടെ വാക്കുകൾക്കും ചിന്തകൾക്കും അതീതമാണ്. ഇവിടെ 14-ാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ പഞ്ചവടിയിലേക്ക് പ്രവേശിക്കുന്നു. മാവ്, പ്ലാവ്, കടമ്പ് തുടങ്ങിയ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പഞ്ചവടിയിൽ ലക്ഷ്മണൻ ആശ്രമം നിർമ്മിച്ചു. ഗൗതമി നദിക്കരയിലെ താമസം സുഖകരമായിരുന്നു. ലക്ഷ്മണൻ കായും പഴങ്ങളും കിഴങ്ങുകളും ശേഖരിച്ച് രാമനും സീതയ്ക്കും നൽകി. ഇവിടെ ചിലര്, നാട്ടിലുള്ള വായനക്കാരും അല്ലെങ്കിൽ മറ്റു ചിലരും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതയമ്മയൊക്കെ കഴിക്കുന്നത് എന്നുള്ളത്. ഇവിടെ പറയുന്നു, ലക്ഷ്മണൻ കായും പഴങ്ങളും കിഴങ്ങുകളും ശേഖരിച്ച് രാമനും സീതയ്ക്കും നൽകും. രാത്രിയിൽ ഉണർവോടെ സംരക്ഷകനായി നിൽക്കും. രാമനെയും സീതയെയും ശുശ്രൂഷിക്കുന്നതിലായിരുന്നു സദാസമയവും ലക്ഷ്മണന്റെ ശ്രദ്ധ. ശുശ്രൂഷാവേളയിൽ രാമൻ ലക്ഷ്മണന് മോക്ഷമാർഗങ്ങളെ കുറിച്ച് ഉപദേശങ്ങൾ നൽകി. ഇതാണ് ലക്ഷ്മണ ഉപദേശം എന്ന ഭാഗം വരുന്നത്. ശൂർപ്പണഖ രാക്ഷസിയാണ്, രാവണന്റെ സഹോദരി. പഞ്ചവടിക്കടുത്തുള്ള ജനനസ്ഥാനമാണ് അവരുടെ വാസസ്ഥാനം. ഭ്രാതാവായ ഖരനോടൊത്ത് വസിക്കുന്നു. രാമന്റെ സൗന്ദര്യം കണ്ടവൾ മയങ്ങി. രാമനെ ഭർത്താവായി കിട്ടണം, അതായിരുന്നു മോഹം. ശൂർപ്പണഖയ്ക്ക് രൂപം മാറാൻ കഴിയും. മായാൽ മനസ്സിൽ കരുതുന്ന രൂപം അവൾ അതീവ സുന്ദരിയായി മാറി. വാൽമീകി രാമായണത്തിൽ പോയി കഴിഞ്ഞാല് രൂപം മാറുന്നില്ല. ശക്തിമത്തായിട്ടാണ് ശ്രീരാമചന്ദ്രന്റെ മുന്നിൽ അവതരിക്കുന്നത്, അതായത് പെർഫോം ചെയ്യുന്നത്. ഞാൻ വലിയ ശക്തിമാനാണ്, അങ്ങ് ലോകത്തിലെ ഏറ്റവും വലിയ യോദ്ധാവാണ്, അതുകൊണ്ട് അതിന് തുല്യമായ ഒരു ഭാര്യ വേണം, അതുകൊണ്ട് എൻ്റെ ആരോഗ്യം നോക്കൂ, എൻ്റെ ശക്തി കാണൂ എന്നാണ് വാൽമീകി രാമായണത്തിൽ ശൂർപ്പണഖ പെർഫോം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ സീതാദേവിയേക്കാൾ വലിയ സൗന്ദര്യവതിയായിട്ട് രൂപം മാറുന്നു എന്ന് പറയും. ആരൊക്കെയാണ് ശൂർപ്പണഖയുടെ സഹോദരന്മാർ പിന്നീട് അടുത്തത്? ഖരനെ ഒന്ന് പരിചയപ്പെടുത്തി. ശൂർപ്പണഖയുടെ സഹോദരന്മാരാരൊക്കെയാണ്?
രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, ഖരൻ, ദൂഷണൻ, ഇവരൊക്കെയാണ് ശൂർപ്പണഖയുടെ സഹോദരന്മാര്. രാവണൻ, കുംഭകർണൻ, വിഭീഷണൻ, ഖരൻ, ദൂഷണൻ. ഒരു സഹോദരി മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ശൂർപ്പണഖ മായയാൽ മനസ്സിൽ കരുതുന്ന രൂപം മാറാൻ കഴിയും. രാമന്റെ കാൽപ്പാടുകൾ നോക്കി ഒരു ദിവസം അവൾ രാമ ആശ്രമത്തിലെത്തി. തന്റെ ആഗ്രഹം അവൾ ശ്രീരാമനെ അറിയിച്ചു. അടുത്ത ശ്രമം ശ്രീരാമനെ പരിചയപ്പെടാനാണ്. ആരാണ്, ആരുടെ മകനാണ്, ജഡധരിച്ച് മുനിമാരെ പോലെ ഇത്ര ചെറുപ്പത്തിൽ ആശ്രമത്തിൽ എന്തിനു വന്നു, എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? അവൾക്ക് എല്ലാം അറിയണം. ശ്രീരാമൻ എല്ലാം അറിയിച്ചു. കഥകൾ അറിഞ്ഞപ്പോൾ രാക്ഷസിയുടെ മോഹം വർദ്ധിച്ചു. അവളും മോശക്കാരിയല്ലെന്ന് രാമൻ അറിയണമല്ലോ. താൻ രാവണന്റെ സഹോദരിയാണെന്നും ജ്യേഷ്ഠനായ ഖരന്റെ കൂടെ താമസിക്കുകയാണെന്നും രാമനെ വിവാഹം കഴിക്കാൻ മോഹമുണ്ടെന്നും അറിയിച്ചു. രാക്ഷസിയുടെ വാക്കുകൾ കേട്ട് ശ്രീരാമന് കൗതുകം തോന്നി. അവളെ ഒന്ന് കളിയാക്കാൻ തന്നെ തീരുമാനിച്ചു. തന്റെ കൂടെ ഭാര്യ സീതയുണ്ട്, അനിയൻ ലക്ഷ്മണന്റെ കൂടെ ഭാര്യയില്ല, അവൻ അപ്പുറത്തുണ്ട്. അപ്പൊ അവരവിടെ ഒരു കളി തുടങ്ങി. ചോദിച്ചു നോക്കണം, അവൻ സമ്മതിക്കാതിരിക്കില്ല. രാമന്റെ വാക്കു കേട്ട് അവൾ ലക്ഷ്മണന്റെ അടുത്തിയെന്നു. ലക്ഷ്മണനും അവളെ കളിയാക്കാൻ തന്നെ ഒരുമ്പെട്ടു. രാമൻ രാജാവാണ്, താൻ വെറും ദാസൻ. ദാസന്റെ ഭാര്യയായാൽ ദാസിയാവില്ലേ? അതുകൊണ്ട് രാമന്റെ അടുത്തേക്ക് തന്നെ ചെല്ലും. നിർബന്ധിച്ചാൽ സമ്മതിക്കാതിരിക്കില്ല. ദശരഥ രാജാവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചു വിട്ടു. സാധാരണക്കാരും അങ്ങനെ എന്നോട് ആരോ ചോദിച്ചു, അത് ഈ ക്ലാസ്സിലല്ല, വേറൊരു ക്ലാസ്സിൽ ചോദിച്ചു. ഏകപത്നി വ്രതം എന്ന് പറയുന്നപ്പം ദശരഥന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതിന്റെ ഉത്തരവും കൂടെ പറയുന്നുണ്ട്. അവൾ വീണ്ടും രാമന്റെ അടുത്ത് ചെന്നു. വീണ്ടും ലക്ഷ്മണനെ നിർബന്ധിക്കാൻ പറഞ്ഞു. രാമൻ അപ്പോൾ ഒഴിഞ്ഞു മാറി. ശൂർപ്പണഖയ്ക്ക് കോപം വന്നു. രാമൻ സീതയെ പിടിച്ചു തിന്നുമെന്ന് പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തി. അത് രാമന് സഹിച്ചില്ല. സീതാദേവിയെ ഭക്ഷിക്കുമെന്ന് പറഞ്ഞപ്പം ശ്രീരാമചന്ദ്രന്റെ കളിയെല്ലാം മാറി, കാര്യമായിട്ട് മാറി. അപ്പോഴേക്കും രാക്ഷസി ഭീകരരൂപം പൂണ്ട് സീതയുടെ അടുത്തേക്ക് പാഞ്ഞു. ലക്ഷ്മണൻ ഉടനെ അവളെ പിടികൂടി. രാമന്റെ ആജ്ഞ അനുസരിച്ച് വാളെടുത്ത് അവളുടെ മൂക്കും കാതും മുറിച്ച് വിരൂപയാക്കി. ചോരയിൽ ശരീരം മുഴുവൻ കുതിർന്നു. കരഞ്ഞുകൊണ്ടാണ് ഖരന്റെ മുമ്പിൽ ചെന്ന് വീണത്. ഖരന്റെ കോപം ആളിക്കത്തി. ചെയ്യരുതാത്ത ക്രൂരവിനോദം, ധീരതയല്ല കാണിച്ചത്, അഹംഭാവമാണ്. അതിന് ആയുധം കൊണ്ട് തന്നെ പകരം ചോദിക്കണം. ഖരൻ ഭീകരന്മാരായ 14,000 രാക്ഷസന്മാരെ കൂടി രാമനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. കടുത്ത പോരാട്ടം ഉണ്ടാവുമെന്ന് ഉറപ്പായി. ഖരന്റെ കൂടെ വീരന്മാരായ അനുജൻ ദുഷണനും മകൻ ത്രിശിരസും കൂടിയുണ്ട്. സീത സുരക്ഷിതയാകണം. അടുത്തു തന്നെ ഒരു ഗുഹയുണ്ട്, അവിടെ അതിലാക്കി ലക്ഷ്മണൻ ആയുധധാരിയായി കാവൽ നിന്നു. ശ്രീരാമൻ ഒറ്റയ്ക്ക് തന്നെ എല്ലാ രാക്ഷസന്മാരെയും വകവരുത്താൻ ആഗ്രഹിച്ചു. സഹായിയാകണമെന്ന മോഹം ലക്ഷ്മണൻ ഉണ്ടായിരുന്നു. പക്ഷേ രാമന്റെ ആജ്ഞ സീതയെ സംരക്ഷിക്കാൻ മാത്രമായിരുന്നു. രാക്ഷസപ്പട വിചിത്രമായ ആയുധങ്ങളും പാറക്കല്ലുകളും മരങ്ങളുമെല്ലാം രാമന്റെ മേൽ പ്രയോഗിച്ചു. പക്ഷേ അവയെല്ലാം തട്ടി നീക്കി രാമൻ മുന്നേറി. രാമന്റെ അമ്പ് എടുങ്ങാത്ത ആവനാഴിയിൽ നിന്ന് ആയിരക്കണക്കിന് അമ്പുകൾ വർഷിച്ചു. പക്ഷേ സകല രാക്ഷസന്മാരും 3.25 നാഴിക കൊണ്ട് ചത്തൊടുക്കി. ഖരനുമായിട്ടുള്ള യുദ്ധം അതിഭയങ്കരമായിരുന്നു. യുദ്ധത്തിൽ ശരങ്ങളേറ്റ് ഉണ്ടായ മുറിവുകളിൽ നിന്ന് ചോരയൊഴുകി. ഖരൻ അതിശക്തനായിരുന്നു. അവനെ വധിക്കാൻ രാമൻ ഏറെ പണിപ്പെട്ടുവെങ്കിലും വിജയശ്രീലാളിതനായി. ലക്ഷ്മണൻ ഗുഹയ്ക്കുള്ളിൽ നിന്ന് സീതയെ രാമന് മുമ്പാകെ കൊണ്ടുവന്നു. സീത രാമനെ കെട്ടിപ്പുണർന്നു. മുറിവുകൾ തലോടി. അല്പസമയം കൊണ്ട് മുറിവുകളെല്ലാം മാഞ്ഞുപോയി. ചത്തുകിടക്കുന്ന രാക്ഷസന്മാരെ കൊണ്ട് സീത അത്ഭുതപ്പെട്ടു. സീതാദേവിയുടെ ചെറിയൊരു തലോടൽ കൊണ്ട് ശ്രീരാമചന്ദ്രന്റെ മുറിവുകളൊക്കെ ഉണങ്ങി. യുദ്ധത്തിൽ എല്ലാ രാക്ഷസന്മാരും വധിക്കപ്പെട്ട വസ്തുത ശൂർപ്പണഖ രാവണനെ ചെന്നറിയിച്ചു. മൂക്കും ചെവിയും എരിഞ്ഞു കളഞ്ഞ് വിരൂപയാക്കിയ സഹോദരിയെ കണ്ട് രാവണൻ ക്രുദ്ധനായി. ആരാണോ വൈരൂപ്യം വരുത്തിയത്? ഇന്ദ്രനോ യമനോ വരുണനോ കുബേരനോ? ആരായാലും ഉടനെ ഭസ്മമാക്കും. രാവണന്റെ എടുത്തിയാട്ടം കണ്ട് ശൂർപ്പണഖ കുണ്ഠിതപ്പെട്ടു. രാമനെ കുറിച്ച് ഖരനുമായുള്ള യുദ്ധവിവരങ്ങളെല്ലാം അവൾ വിസ്തരിച്ച് രാവണനെ ധരിപ്പിച്ചു. പക്ഷേ ഒന്ന് മാത്രം പറഞ്ഞില്ല. അവിടെ ശൂർപ്പണഖ വളരെ ഒരു ബുദ്ധി പ്രയോഗിച്ചു. തനിക്ക് സംഭവിച്ച വൈരൂപ്യത്തിന്റെ യഥാർത്ഥ ഒരു ചരിത്രം ശൂർപ്പണഖ രാവണനോട് പറയുന്നില്ല. പറഞ്ഞത് ഇങ്ങനെയാണ്: രാമന്റെ ഭാര്യ സുന്ദരിയാണ്. ഇവിടെയാണ് കഥയുടെ ടേണിംഗ് പോയിന്റ്. രാമന്റെ ഭാര്യ സുന്ദരിയാണ്. അവളെ നിനക്ക് വേളിക്കൈ കൊണ്ടുവരാൻ തുനിഞ്ഞപ്പോൾ അനുജൻ ലക്ഷ്മണനാണ് എന്നെ ഉപദ്രവിച്ചത്. രാമനോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവിടെ കൊണ്ടുപോരുക എളുപ്പമല്ല. രാമനെ മായയാൽ മോഹിപ്പിച്ച് സീതയെ പ്രാപിക്കണം. ഇവിടെ സ്ത്രീയുടെ ഒരു മനസ്സിനെയാണ് കാണിക്കുന്നത്. മന്ധര, ശൂർപ്പണഖ. ഇതുകൊണ്ട് പണ്ടുള്ളവർ പറയുന്നുണ്ട്,
നമ്മളെല്ലാം കേട്ടിട്ടുള്ളവയാണ്. പാമ്പിനെ നോവിച്ചു കഴിഞ്ഞാലും സ്ത്രീകളെ നോവിക്കരുതെന്ന് ഒരു ചൊല്ലുണ്ട് ഇല്ലേ സുമാജി? വളരെ കരുതലോടെ വേണം സ്ത്രീകളോട് നമ്മൾ പെരുമാറാൻ. ശരിയല്ലേ? പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് അവിടൊക്കെ പറയുമായിരുന്നു. രാമനോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവളെ കൊണ്ടുപോരുക എളുപ്പമല്ല. രാമനെ മായയാൽ മോഹിപ്പിച്ച് സീതയെ പ്രാപിക്കണം. ശൂർപ്പണഖയുടെ തന്ത്രം അവളെ രാവണന്റെ മുമ്പിൽ കുറ്റവിമുക്തയാക്കി. പക്ഷേ രാവണൻ നിസ്സാരനല്ല. രാമന്റെ അവതാര രഹസ്യമെല്ലാം അറിയുന്നവരാണ് രാവണൻ. ആക്ച്വലി രാവണൻ മഹാപണ്ഡിതനായിരുന്നു. സർവ്വവേദങ്ങളും അറിയാം, 108 ഉപനിഷത്തുക്കളും അറിയാം. മഹാദേവന്റെ വളരെ വലിയ ഭക്തൻ. മഹാദേവന്റെ എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിയ ആള് ശ്രീരാമചന്ദ്രനെ നല്ലതുപോലെ അറിയാവുന്ന വ്യക്തി. തന്നെ അറിയാം രാവണന്റെ ജനനവും എന്നെ വധിക്കാൻ ആരാണ് വരുന്നെല്ലാം രാവണൻ അറിയാം. തന്നെ വധിക്കാൻ പറഞ്ഞ മനുഷ്യനാണ് രാമൻ, അതും തനിക്കറിയാൻ. ഉടനെ രാമനോട് ഏറ്റുമുട്ടി മരിച്ചാൽ സ്വർഗരാജ്യം ലഭിക്കുമെങ്കിലും വൈകിച്ചാൽ അത്രയും കാലം കൂടി രാക്ഷസ ചക്രവർത്തിയായി കഴിയാമല്ലോ. അതുകൊണ്ട് വിരോധിയായി തന്നെ ഭഗവാനോട് എതിർത്ത് മുന്നോട്ട് പോകും. 2 പേരാണ് ഇതേപോലെ ചെയ്തത്. കംസൻ വൈരാഗ്യ ബുദ്ധിയോടെയാണ് പോയത്, രാവണൻ വൈരാഗ്യ ബുദ്ധിയോടെയാണ് പോകുന്നത്. ഇപ്പം രാവണനും ഈ കുംഭകർണനും കംസനുമൊക്കെ ആക്ച്വലി ആരുടെ പുനർജന്മങ്ങളാണ്? അറിയാമോ? അറിയാം, നമുക്കറിയാം ആരുടെ പുനർജന്മങ്ങളാണ്. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു. ജയവിജയൻ പ്രഭു. അതെ, ജയവിജയൻ, ഹരേ കൃഷ്ണ. കുംഭകർണൻ, പിന്നെ രാവണൻ, പിന്നെ ആരാണ് പ്രഭു? 4 പേരേ ഉള്ളോ? 3 ജന്മങ്ങൾ. ഹിരണ്യാക്ഷൻ, എന്തോ കംസൻ ശിശുപാലൻ. ഓക്കെ, കംസൻ ശിശുപാലൻ, പിന്നെ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, രാവണൻ, കുംഭകർണൻ. രാവണൻ പിന്നെ ആരോട് ഉണ്ടായിരുന്നു? അതെ, 3 ജന്മങ്ങൾ. 2 പേരല്ലേ ജയവിജയന്മാര്? രാവണൻ, കുംഭകർണൻ, ശിശുപാലൻ, ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു. അവർ 2 പേരല്ലേ? അതെ. അങ്ങനെ വൈകുണ്ഠ ലോകത്തിലെ ദ്വാരപാലകന്മാരായ ജയവിജയന്മാരുടെ പുനർജന്മങ്ങളാണ്. അതായത് ശാപങ്ങള് മോക്ഷത്തിനായിട്ട് കിട്ടിയ ജന്മം, മോക്ഷത്തിനായിട്ട് വന്ന ജന്മം, വീണ്ടും മോക്ഷം പ്രാപിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകാൻ വന്ന ജന്മമാണ് ഇതെല്ലാം. ഹരേ കൃഷ്ണ. അപ്പൊ ഈ ഭാഗത്തോടെ നമ്മൾ വായിക്കുകയാണ് പഞ്ചവടി പ്രദേശം. ഹരേ കൃഷ്ണ. സുമാലി. ഓക്കെ, മീരാജ് തുടങ്ങിക്കോളൂ. ഹരേ കൃഷ്ണ. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നിലമ്മാറു സീത ലക്ഷ്മണ സമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമ ഗംഗാ നദിക്കുത്തര തീരെ പുരുഷോത്തമൻ വസിച്ചിതു ജാനകി ദേവിയോടും. കദളീപന സാമ്രാത്യഖില ഫലവൃക്ഷാവൃത കാനനെ ജനസംബോധ വിവർജിതേ നിരൂജസ്ഥലേ വിനോദിപ്പിച്ചു ദേവി തന്നെ. ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. സീതയെ മധ്യേയാക്കി മൂവരും പ്രാതകാലെ ഗൗതമി തന്നിൽ കുളിച്ചർക്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും.
വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനതനായി ചൊന്നാൻ, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവൻ ഭൂമണ്ഡലേ. ശ്രീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരൂഢാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ. കേട്ടാലുമെങ്കിലതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പ ഭ്രമമെല്ലാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിടുവാനമ്പോടും പിന്നെ ജ്ഞാന സാധനം ചൊല്ലാമല്ലോ. വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാമത്സ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതു നിർണയമതീനാലെ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങൾ എന്നു രണ്ടു രൂപം മായയ്ക്കെന്നറിയുക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയുകതി സ്ഥൂല സൂക്ഷ്മഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്തമാം അവിദ്യാരൂപമതും സംഘാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതു മറ്റേ ദാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ, മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രജ്ജുഖണ്ഡത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്ന സന്നിപം വിചാരിക്കിലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം. ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിച്ചാൽ. ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമെന്നുമുണ്ടല്ലോ നാമം. എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ. ജീവാത്മാവെന്നും പരമാത്മാവെന്നതു മോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല. രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ. മാനവും ഡംബം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ അന്യുഭാവമകലെ കളഞ്ഞനു ദിനം. ഭക്തി കൈക്കൊണ്ടു ഗുരു സേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കി തൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ
അനഹങ്കാരത്വേന സമഭാവനയോടും സർവാത്മാവാകുമെങ്കലുറച്ച മനസ്സോടും സർവദാ രാമ രാമേതിമിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു നിസ്നേഹത്വവും ചെയ്തു സക്തിയുമൊന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായി വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടുമേ ഗാന്ധേ പരമാത്മജ്ഞാന തൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിയിലുറച്ചു ചമഞ്ഞിടും മാനസേ വികൽപ്പങ്ങളേതുമേയുണ്ടാകല്ല. എന്തെന്നുണ്ടോ കേളതൂമെങ്കിലാത്മാവല്ലല്ലോ ദേഹ പ്രാണബുദ്ധ്യഹങ്കാരം. മനസ്സാദികളൊന്നും ഇവറ്റിൽ നിന്നുമേലെ മാനമില്ലാതെ പരമാത്മാവു താനീ വേറെ നിൽപ്പിതു ചിദാത്മാവു ശുദ്ധമവ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനിക തൊൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ ഞാനിതെന്നറിവിനു സാധനമാകയാലേ. സർവത്ര പരിപൂർണനാത്മാവോ ചിദാനന്ദൻ സർവസത്വാന്തർഗതന പരിച്ഛേദനല്ലോ. ഏകൻ അവ്യയൻ പരനവ്യയൻ ജഗന്മയൻ യോഗേശന ജനഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ ബുദ്ധ്യുപാധികളിൽ വേറിട്ടവൻ മായാമയൻ. ജ്ഞാനം കൊണ്ടുപഗമ്യൻ യോഗിനാമേകാത്മനാം ജ്ഞാനമാചാര്യ ശാസ്ത്രൗഖോപദേശൈക്യജ്ഞാനം. ആത്മനോരേവം ജീവ പരയോർമൂലാ വിദ്യ ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോഴുള്ളോരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പതാത്മാവൊന്നേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. സുമാരി വായിച്ചോളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജ്ഞാനവിജ്ഞാന വൈരാഗത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപമേ ഉള്ളവണ്ണമേ പറവാനുവിതർവാനുമുള്ള നല്ലുണർന്നുള്ളോരെല്ലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാതവർക്കെത്രയും ദുർലഭം കേൾ. മദ്ഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടോ പണി. രാത്രിയിൽ തന്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴിയറിഞ്ഞിടതാവണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലോ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം. ഭക്തിക്കു കാരണവുമെന്തെന്നു കേട്ടാലും നീ മദ്ഭക്തന്മാരോടുള്ള നിത്യസംഗമതും മദ്ഭക്തന്മാരെ കനിവോടു സേവിക്കുന്നതും ഏകദശ്യാദി വൃതാനുഷ്ഠാനങ്ങളും ആകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയും അഥാ പൂജനം വന്ദനവും ഭാവനാം ദാസ്യം നല്ല ഭോജനാമഗ്നിവിപ്രാണം കൊടുക്കയുമതാം മൽക്കഥാ പാഠശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മദ്ഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർത്തിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തിയുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരല്ലോ. ഭക്തിയുക്തനോ ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടുമെന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമം
ഭക്തന്മാർ പൊഴഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തി വിശ്വാസ ശ്രദ്ധയുക്തനാം മർത്തിനിതും നിത്യമായി പാഠം ചെയ്തിൽ അജ്ഞാനമകന്നുപോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർ പുനൂനം ഹസ്ത സംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ആഗമനം. ഇത്തരം സൗമൃത്തിയോടരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നീടിനോരനന്തരം ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനി ചരി ജനസ്ഥാനവാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി പങ്കജധ്വജപുലി ശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദപാദങ്ങളു അതുനേരം പാദ സൗന്ദര്യം കണ്ടു മോഹിതയാകയാലെ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൽ ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം പരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുകരം ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു മീനകേതന ബാണപീഡതയായാളേറ്റം സുന്ദരവേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിന്ദിരാവരനോടു മന്ദമായരുൾ ചെയ്താൽ ആരെടോ ഭവാൻ ചൊല്ലിടാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ജഡാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചതു താപസവേഷമെന്നും എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടു നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ ആഖ്യയാ ശൂർപ്പണക കാമരൂപിണിയല്ലോ. ഖരദൂഷണ കൃഷികാക്കളാം ഭ്രാതന്മാർ കരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നതു മറിഞ്ഞിലതു പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊണ്ട ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമനന്തല്ലോ നാമം. എന്നുടെ ഭാര്യവൾ ജനകാത്മജ സീത ധന്യമൽ ഭ്രാതാവായ ലക്ഷ്മണനിവനോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരെ നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോട് കൂടെ പോന്നു രമിച്ചു കൊള്ളണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ അവശക്തി പോരാ എന്നെ നീ പരിത്യജിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മാനവവീരൻ അവളോടുകൾ ചെയ്തിടിനാൻ. ഞാനിക തപോധാന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകും ഇവൾ എന്നുടെ പത്നിയല്ലോ. മനസ്സെ പാർത്താൽ വെടിഞ്ഞിടുകൊണ്ടുകൊണ്ടും സാപജ്ഞോത്ഭവ ദുഃഖം എത്രയും കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീക്കുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാത സുന്ദരൻ മനോഹരൻ ലക്ഷ്മി ദേവിക്കു തന്നെയാകും നീയെല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരെ. സംഘവും നിന്നിലേക്കും വർദ്ധിക്കും അവനെടോ. മംഗളശീലന രൂപനത്രയും നിനക്കങ്ങ് നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി നിന്നവളപേക്ഷിച്ചാൽ ഭർത്താവാകുന്നു തന്നെ. ചൊന്നവളോടു ചിരിച്ചവനു മുര ചെയ്തു എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നെ ദാസൻ ഞാനോ. ധന്യേ നീ ദാസിയാവാൻ തക്കവളല്ലയോ. ചെന്നു നീ ചൊല്ലിയിട അഖിലേശ്വരനായ രാമൻ തന്നോടു തവ കുലശീലാചാരങ്ങളെല്ലാം. എന്നാൽ അന്നേരം തന്നെ കൈകൊള്ളുമല്ലോ രാമൻ. നീ എന്നെ എന്നതു കേട്ടു രാവണ സഹോദരി
പിന്നെയും രഘുകുല നായകനോട് ചെന്നാളെന്നെ നീ പരിഗ്രഹിച്ചിടുക നല്ലു നിനക്കൊന്നു കൊണ്ടുമേയൊരു സങ്കടം ഉണ്ടായി വരാ മന്നവ. ഗിരിവന ഗ്രാമദേശങ്ങൾ തോറും എന്നോട് കൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഉചിതായി വരുമനാദരം. ഇത്തരം അവളുര ചെയ്തു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനവളുണ്ടെനിക്കിപ്പോൾ ഒരുത്തി വേണം, അവർ അതിനൊന്നൊരു തിരഞ്ഞിരിക്കും. ഒരുത്തി വേണം, അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കും. നേരം ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി, വരുത്തും ദൈവമൊന്നു കുതിച്ചാലിനി നിന്നെ വരിച്ചു കൊള്ളും അവനില്ല സംശയമേതും. തിരികെ എന്നിക്കാലം കളഞ്ഞിടാതെ ചെയ്യുക, കരത്തെ ഗ്രഹിച്ചിടും കടുക്കെന്നവനടോം. രാഘവ വാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസോടും ലക്ഷ്മണാന്തികെ വേഗ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനോ എന്നോടിത്തരം പറഞ്ഞിടല്ലോ വെറുതെ നീ. നിന്നിലേതുമൊരു കാംക്ഷയെന്നറിക നീ. മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അത് കേട്ടു രാഘവ സഖിയെ പോയി ചെന്നു നിന്നപേക്ഷിച്ചാളാശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതി പ്രേമവും ആലസ്യവും പൂണ്ടു രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ടഞ്ജനശൈലം പോലെ കായാകാരവും ഘോരദംഷ്ടയും കൈകൊണ്ടപ്പോൾ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്മിതമാതാജി. കമ്പം ഉൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോടു രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു. വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവളലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകമൊക്കെ മാറ്റൊലി കൊണ്ടു. നീലപർവതത്തിന്റെ മുകളിൽ നിന്നു ചാടി നാലഞ്ചു വഴി വരുമരുവിയാറു പോലെ ചോരയുമൊലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഘോരയാം നിശാചാരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തന്റെ വരവുണ്ടിനി നീ എപ്പോഴെന്നു ദേവനുമരുൾ ചെയ്തിരുന്നരുളിനാൻ. രാക്ഷസ പ്രവരനായിടിന ഖരൻ മുൻപിൽ പക്ഷമറ്റ വനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്തു നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാൻ ആശുഖരൻ. മൃത്യുതൻ വക്രത്തിങ്കൾ സത്വരം പ്രവേശിപ്പിച്ചത്ര ചൊല്ലാരെന്നോടത്രയും വിരയേ നീ. വീർത്തേറ്റവും വിറങ്ങൊലിച്ച സദ്ഗതമാർത്തി പൂണ്ടോരു വിദ്യാ ചൊല്ലിനാൽ അവളപ്പോൾ. മർത്യന്മാർ ദശരഥ പുത്രന്മാരിവരും ഇരുവരും ഉണ്ടുത്തമ ഗുണവാന്മാരത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമമൊരു കാമിനിയുണ്ടു കൂടെ സീത എന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താലുഗ്ര നാമവരജൻ ഖണ്ഡേന ഛേദിച്ചു മൽക്കുചാദികളെല്ലാം ശൂരനായിടും. നീ ഇന്നവരെ കൊല ചെയ്തു
ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിൽ ഇച്ഛ വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും. എന്നിവ കേട്ടു ഖരൻ കോപത്തോടുര ചെയ്താൻ. ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നു മൽഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നിതാശു 14 പേർ പോക നിങ്ങൾ. നീ കൂടെ ചെന്നു കൊടുത്തിടനെല്ലാം. ഇവരാകൂതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ ഖരൻ. ഏറ്റമുന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമുൽഗര മുസലാസി ചാപേഷു ഭിണ്ടി പാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാർത്തു വിളിച്ചു ഉദ്ധന്മാരായി ചെന്നു. യുദ്ധസന്നദ്ധന്മാരായി അടുത്താരു നേരം ബദ്ധവൈരേണ 14 വരുമൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ചാൻ ചുറ്റും നിന്നിലെ മിത്രഗോത്രാൽ ഭൂത നാമുത്തമോത്തമൻ രാമൻ ശത്രുക്കളയച്ചോരു ശസ്ത്രൗഘം വരുന്നേരം പ്രത്യേക ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും വധിച്ചാൻ ഓരോന്നിനാൽ. ശൂർപ്പണഖിയും അത് കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ വീണലറിഞ്ഞ നാൾ. ഇങ്ങു പോയി കളഞ്ഞിതു നിന്നോട് കൂടെ പറഞ്ഞിങ്ങു നിന്നെ അയച്ചവർ 14 വരും ചൊല്ലി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇന്ന് സിനിമാതി കൂടുതൽ വായിച്ചിട്ട് ആദ്യമായി വിചാരിച്ചിട്ടുള്ള 2 വരി വായിക്കാൻ പറയത്തോളം. ഇവിടെ സുശീംപ്രഭു ക്ഷമിക്കണം, ഞാൻ ഇട്ടിട്ടുണ്ടെന്നാ വിചാരിച്ച്. പക്ഷെ ഒരേ ഐഡി തന്നെ കേട്ടോ, കഴിഞ്ഞ ആഴ്ച തന്നെ ഐഡി തന്നെയാണ് ഇപ്രാവശ്യം. ഒരു കാര്യം ചെയ്യാം, സുശീംപ്രഭു നമ്മുടെ ഗ്രൂപ്പിലോട്ടങ്ങ് ഇടാം, പിന്നെ കുഴപ്പമില്ലല്ലോ. ഞാൻ കണ്ടില്ല, ഞാൻ നോക്കിയപ്പം ഫോൺ വിളി വരുന്നുണ്ട്, പക്ഷെ സാധനം വരണ്ടേ. ഞാൻ അപ്പോഴേ മെസ്സേജ് ഇട്ടിരുന്നു. ഹരേ കൃഷ്ണ. ഞാൻ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ മെസ്സേജ് കാണത്തില്ല. അപ്പം നമ്മള് സുദീർഘമായിട്ട് വായിച്ചു. ജഡായു ശ്രേഷ്ഠന്റെ സഹായത്തോടെ പഞ്ചവടി പ്രദേശത്തിലെത്തി. ഇതിനകത്ത് ഇത്രയും വായിച്ചത് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ സുമാരി? എന്തൊക്കെയാണ് നമ്മൾ വായിച്ചതെന്നുള്ള ഭാഗങ്ങള് മനസ്സിലായിട്ടുണ്ട് പ്രഭു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതിനകത്ത് എടുത്തു പറയാനുള്ളത് ലക്ഷ്മണോപദേശം. നമ്മൾ ഭഗവത്ഗീത വായിക്കുന്നത് കൊണ്ട് ആ ലക്ഷ്മണോപദേശം വളരെ ഈസി ആയിട്ട് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ജ്ഞാനവിജ്ഞാനം, അനലിറ്റിക്കൽ സ്റ്റഡിയാണ് വേണ്ടത്. അനലിറ്റിക്കൽ സ്റ്റഡി ആത്മാവിനെയും പരമാത്മാവിനെയും ജീവനെയും കുറിച്ചിട്ടുള്ളതാണ്. അപ്പം പരമാത്മാവ് എന്താണെന്ന് അറിയുമ്പോൾ ഈ ദേഹത്തെക്കുറിച്ച് ഒരു ഗുണവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ആത്മാവാണ്, ഈ ആത്മാവിനെയാണ് രമിപ്പിക്കേണ്ടത് എന്ന് പറയും. അതായത് സ്ഥൂല ശരീരത്തെ പറ്റിയും സൂക്ഷ്മ ശരീരത്തെ പറ്റിയും പറയുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പം ബാക്കി എല്ലാ കാര്യങ്ങളും മായയാണ്, ഭഗവാൻ മാത്രമാണ് സത്യം. അവിടെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് ഭാഗവതത്തിൽ പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും പറയുന്നു ദേഹമായത് പഞ്ചഭൂത സഞ്ചയം. നമ്മൾ പിന്നെ ഭഗവത്ഗീതയിലെ ശ്ലോകമുണ്ട്, 5 എലമെന്റ്സ്, 5+3 എലമെന്റ്സ്, ഭൂമി രാപോ അനലോ വായു മനോ. അപ്പം പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ടാണ് ഇപ്പൊ ലക്ഷ്മണന് ശ്രീരാമേന്ദ്രൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. ഇത് തന്നെയാണ് അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തത്. യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് ഗുരുശിഷ്യ പരമ്പരയിലൂടെ തന്നെ നമ്മൾ വരണമെന്ന് പറയുന്നത്. ഒരു ത്രേതായുഗത്തിനും ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണൻ ഉപദേശിച്ചതും ദ്വാപരയുഗത്തില്
ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് ഉപദേശിച്ചതും ഒന്ന് തന്നെയാണ്. പിന്നെ വീണ്ടും അങ്ങോട്ട് വരുമ്പം ജീവാത്മസ്വരൂപത്തെ കുറിച്ച് അറിയാൻ പറയുന്നുണ്ട്. പിന്നെ വീണ്ടും ഭക്തി വേണം. എന്താണ്? ഗുരുഭക്തി വേണം, ഗുരുവിനെ സ്വീകരിക്കണം. ഇത് തന്നെയാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞത് നമുക്ക് വേണ്ടിയിട്ട്. ഇവിടെ അത് തന്നെയാണ് ലക്ഷ്മണനോട് പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ സെഷൻ എന്ന് പറഞ്ഞാൽ ത്രൂ പ്യുവർ ഡിവോഷൻ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ വീണ്ടും പറയുന്നു, ഗുരുസേവ വേണം, ചിത്തശുദ്ധി വേണം, ദേഹശുദ്ധി വേണം. അതിനാണ് നമ്മൾ കുളിച്ചിട്ട് ദേഹം ശുദ്ധീകരിച്ചിട്ട് ദേഹത്തെ സംരക്ഷിക്കാനായിട്ടാണ് നമ്മൾ ഗോപീചന്ദനം, തിലകധാരണം. ശരീരത്തിന്റെ എത്ര ഭാഗത്ത് വരും? 1, 2, 3 അല്ലേ? 4, 5, 6, 7, 8, 9, 10, 11, 13 എത്രയാ മാതി വരുന്നത്? എത്ര സ്ഥലങ്ങള്? 12 സ്ഥലങ്ങളിൽ നമ്മൾ എങ്കിലേ ശരീരശുദ്ധി വരത്തുള്ളൂ. എന്നിട്ട് ആചമനം ചെയ്തായിട്ടാണ്, ആചമനം കുളിച്ച് ആചമനം ചെയ്ത് തിലകധാരണം ചെയ്ത് പിന്നീടാണ്, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചു രാമായണത്തിൽ തന്നെ പുഷ്പം, ധൂപം, ദീപം, പുഷ്പം കൊണ്ട് ഭഗവാനെ അലങ്കരിക്കണം, പൂജിക്കണം, അർപ്പിക്കണം. അപ്പൊ വീണ്ടും വരുന്നു, പിന്നെ വരുന്നു പ്രാകൃത ജനങ്ങളുമായി വസിക്കരുത്. പ്രാകൃതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവാനെ അറിയാത്തവരുമായിട്ട്, ഭഗവാനെ ധിക്കരിക്കുന്നവരുമായിട്ട്, നിരീശ്വരവാദികളായിട്ട്, മിഥ്യയായിട്ട് നടക്കുന്നവരായിട്ട്, ആസുരി ചിന്തകരായിട്ട് നടക്കുന്നവരുമായിട്ട് യാതൊരു തരത്തിലും സംഘങ്ങൾ പാടില്ല എന്നാണ് പറയുന്നത്. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുത് ഒട്ടും. പിന്നെ പറയുന്നു ഭഗവാൻ ഏകൻ, അദ്വയൻ, പരൻ, അവ്യയൻ, ജഗന്മയൻ. അർജുനൻ നമ്മുടെ ചതുശ്ലോകം കഴിഞ്ഞാൽ പറയും, അതിന് പിന്നെ സ്തുതിക്കുന്നുണ്ട്. ഏതാണ് ആ ശ്ലോകം? നമ്മുടെ ചതുശ്ലോകം കഴിഞ്ഞിട്ടുള്ള അടുത്തത് അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ. പിന്നെ ബ്രഹ്മാവും പറയുന്നുണ്ട്, ഏകം ശാസ്ത്രം ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. പത്മപുരാണത്തിന് മഹാദേവര് വീണ്ടും പറയുന്നു, ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം. ഇതൊക്കെ കുറിച്ചു വെക്കണേ. അപ്പം ലക്ഷ്മണോപദേശത്തിലാണ് ഇത്രയും കാര്യങ്ങളും, വലിയൊരു കാര്യങ്ങളാണ്, വലിയൊരു ഫിലോസഫിയാണ് ലക്ഷ്മണനോട് ശ്രീരാമചന്ദ്രൻ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നിത്യവും സത്സംഗം കൂടണം. അതിലും ഭഗവത്ഗീതയിലെ ശ്ലോകം പറയുന്നുണ്ട്, സതതം കീർത്തയന്തോ മാം യദന്തച്ച ദൃഢവൃതാഹ നമസ്സന്തച്ച മാം ഭക്ത്യ നിത്യയുക്ത ഉപാസത. സതതം എപ്പോഴും ഭഗവാനെ കീർത്തിച്ചു കൊണ്ടിരിക്കണം. പിന്നെ വീണ്ടും അടുത്തത് വീണ്ടും പറയുന്നുണ്ട്, ഏകാദശിയുണ്ട്. വ്രതങ്ങളിൽ ഫസ്റ്റ് പേര് പറഞ്ഞിരിക്കുന്നത് ഏകാദശി എന്നാണ്. ഏകാദശി തുടങ്ങിയ വ്രതങ്ങൾ എന്ന് പറയുമ്പോൾ വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഏകാദശി എന്ന് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുക. ഏകാദശി ആദിതം. അപ്പം ഏറ്റവും വലിയ വ്രതം ഏകാദശി. പിന്നെ ജന്മാഷ്ടമി പോലുള്ള വ്രതങ്ങള്, ശിവരാത്രി പോലുള്ള, രാധാഷ്ടമി, ഇങ്ങനെയുള്ള വ്രതങ്ങൾ നമ്മൾ അനുഷ്ഠിച്ചിരിക്കണം. അതിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ വ്രതമാണ് ഏകാദശി വ്രതം കൃത്യമായിട്ട് പറയുന്നു. പിന്നെ പൂജനം, വന്ദനം, നവവിധ ഭക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. പൂജനം, വന്ദനം, അത് നവവിധ ഭക്തി മാതാജി ഒന്ന് പാടിക്കേ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ നവവിധ ഭക്തിയെ കുറിച്ച് ശ്രീമദ് മഹാഭാഗവത്തിൽ പറയുമ്പം ഇവിടെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് ഉപദേശിക്കുന്നു, നവവിധ ഭക്തി വേണം, എങ്കിൽ മാത്രമേ ഭക്തി വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെ ഉത്തമോത്തമന്മാരായി വരും. അതിനൊക്കെ ഭക്തി, വിശ്വാസത്തോടെയുള്ള ഭക്തി, നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധ, ഇതെല്ലാം വേണമെന്ന് കൃത്യമായിട്ട് പറയുന്നു. വെറുതെ ആൾക്കാരെ കാണിക്കുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലോഭങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടോ ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആയിരിക്കരുത് ഭക്തി. ഭക്തി എന്ന് പറയുന്നത് നിർലോഭമായിരിക്കണം. അവിടെ വിത്തൗട്ട് എനി ഡിമാൻഡ്, അൺകണ്ടീഷണൽ ഫെയ്ത്ത് ആയിരിക്കണം എന്ന് വീണ്ടും പറയുന്നു. നിത്യമായി പാഠം ചെയ്യിൽ അജ്ഞാനമകന്നു പോകും, എങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ നിനക്ക്
അറിവ് അജ്ഞത അകന്നിട്ട് അറിവുണ്ടാകുകയുള്ളൂ. ആ അറിവുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു നിർത്തുന്നു. ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. വീണ്ടും പറഞ്ഞു യോഗേശ്വരൻ എന്ന് പറയും. യോഗേശ്വരൻ ശ്രീമദ് മഹാഭാഗവത്തിൽ വീണ്ടും പറയുന്നു യോഗേശ്വരൻ ആരാണെന്നുള്ളത്. യോഗശക്തികളുടെ അധിപനെയാണ് യോഗേശ്വരൻ എന്ന് പറയുന്നത്. യോഗേശ്വര അഖില ഗുരുവോ ഭഗവൻ നമസ്തേ. യോഗശക്തികളുടെ അധിപനെയാണ്. അവിടെയാണ് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നത് ഭഗവാൻ യോഗേശ്വരനാണ് എന്ന് പറയുന്നു. ഇത്രയാണ് ലക്ഷ്മണോപദേശം. അപ്പം നാളെ ലക്ഷ്മണോപദേശത്തെ പറ്റി സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മീരാജി പറയത്തില്ലേ, ഇത്ര സുന്ദരമായിട്ട് പറയും. നമ്മൾ രാമായണം റെഫർ ചെയ്യും, ശ്രീമദ് മഹാഭാഗവതം റെഫർ ചെയ്യും, ഭഗവത്ഗീത റെഫർ ചെയ്യും. 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കുകയും ചെയ്യും. ഇല്ലേ? ശരിയല്ലേ? ഹരേ കൃഷ്ണ. അപ്പൊ ഇത്രയും ആണ്. പിന്നെ നമ്മൾ വായിച്ചത് ആദ്യം തന്നെ വായിച്ചു, ശൂർപ്പണഖ കാണുന്നതും സംസാരിക്കുന്നതുമല്ല. ഹരേ കൃഷ്ണ. സ്മിതമാതാജി ഹരേ കൃഷ്ണ. എന്തുകൊണ്ട് പറയാം? ഹരേ കൃഷ്ണ. പ്രത്യേകിച്ച് ഒന്നുമില്ല. നാളെ നിത്യാനന്ദ ത്രയോദശിയാണ്. നിത്യാനന്ദൻ എന്ന് പറയുന്നത് ബൽറാമാണ്. ആൻഡ് ബൽറാം ഗുരു തത്വമാണ്. അപ്പൊ അതുകൊണ്ട് സാധാരണഗതിയിൽ എല്ലാവരും 12 മണി വരെ, ഉച്ചയ്ക്ക് 12 മണി വരെ ഫാസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞാൽ നോർമൽ പ്രസാദം കഴിക്കും. ഓൾറെഡി നിത്യാനന്ദ പ്രഭുവിനെ പറ്റി ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ പ്രഭു എനിക്ക്. ഹരേ കൃഷ്ണ. താങ്ക് യു. അതിനകത്ത് സ്മിതമാതാജി ഇട്ടിട്ടുണ്ട് മെസ്സേജ്. പിന്നെ ജയവിജയന്മാരുടെ പുനർജന്മങ്ങള് കർമ്മഫലം അനുസരിച്ചിട്ടുള്ള പുനർജന്മങ്ങൾ. സത്യയുഗത്തില് ഹിരണ്യാക്ഷനും ഹിരണ്യകശിവുമായിരുന്നു സത്യയുഗത്തില്. ത്രേതായുഗത്തില് രാവണനും കുംഭകർണനുമായിരുന്നു. ദ്വാപര യുഗത്തില് ശിശുപാലനും ദന്തവക്രനുമായിരുന്നു. അങ്ങനെ 3 ജന്മങ്ങൾ ജയവിജയന്മാർക്കുണ്ടായി. നല്ല ജന്മങ്ങളായിട്ടുള്ള 1000 ജന്മങ്ങൾ വേണമോ തരാം എന്ന് പറഞ്ഞപ്പം അത്രയും കാത്തിരിക്കാൻ പറ്റത്തില്ല ഭഗവാനെ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ 3 നിഷ്ഠുരമായ വളരെ ആസുരികമായ 3 ജന്മങ്ങൾ തരാം, ആ ഒരു ഓപ്ഷൻ കൊടുത്തപ്പോൾ ആ ഓപ്ഷനാണ് അവർ ചൂസ് ചെയ്ത. കാര്യം എങ്ങനെയാണെങ്കിലും എത്രയും പെട്ടെന്ന് വൈകുണ്ഠത്തിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തോടൊപ്പം. ഹരേ കൃഷ്ണ. സുശീം പ്രഭു ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ എന്ത് പറയാനാണ്? ഇത്രയും കാര്യങ്ങൾ വായിച്ചതിൽ ഇപ്പൊ ഏകദേശം സുശീം പ്രഭു പിടികിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാ പറഞ്ഞെന്നുള്ളത്. അപ്പൊ ഞാനത് പ്രഭു അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു, ബാക്കിയുള്ള പ്രാകൃതരോട് പോയി താമസിക്കരുതെന്നോ. അതൊക്കെ കൊണ്ടല്ലേ പ്രഭു നമ്മളെ ഈ ഒരു സംസ്കാരം വളരെ എലിയനേറ്റഡ് ആയിട്ട് പോയത്. അതെ അതെ അതെ. ഈ വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണ ദർശനി ആ ശ്ലോകത്തിന് കടക വിരുദ്ധമല്ലേ ഇതൊക്കെ? ഉദ്ദേശിച്ചത് രണ്ട് രീതിയിലാണ്. എല്ലാവരോടും ഒരുപോലെ പെരുമാറണം. 2, നമ്മൾ സജ്ജനങ്ങളുമായിട്ടാണ് കൂടിച്ചേരേണ്ടത്, മറ്റുള്ളവരുമായിട്ട് സംഘം തീർത്ത് ചേരേണ്ടത്. സംഘം ചേരുമ്പോ നമ്മൾ അവരെ കണക്കാവണ്ട, അവര് നമ്മളെ കണക്കാവുന്ന പോസിബിലിറ്റി ഇല്ലേ? ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അതിനുള്ള ആ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തണം. അപ്പം അതെല്ലാരും എത്തണം. അത് നമ്മൾ പോയി അവരോട് ചേരണമെന്നോ അവരോട് നിർബന്ധം. ഇതിനകത്തൊരു കാര്യമുണ്ട്. പറഞ്ഞു വന്നത് സുശീം പ്രഭു പറഞ്ഞത് 90% ശരി, 10% ആൾക്കാരിൽ നിൽക്കുന്നതാണ്. അതായത് ഒരു പ്രിലിമിനറി സ്റ്റേജിൽ വരുമ്പം നമ്മളിപ്പോ 1 മണിക്കൂർ ഇവിടെ രാമായണം വായിക്കും. ഇപ്പം 7:30 ക്ലാസ് ആണ്, 7:15 നമ്മൾ ഗ്രോസറി വരെ ഒന്ന് പോയി. അപ്പോഴാണ് നമ്മൾ സുഹൃത്തിനെ കാണുന്നത്. അപ്പൊ നമ്മൾ പറയും 7:30 എനിക്ക് അർജന്റായിട്ടൊരു പരിപാടി ഉണ്ടെന്ന്. നമ്മൾ തുറന്നു പറയത്തില്ല. പിന്നെ ചോദിക്കുമ്പം രാമായണം എന്തോന്നടേ ഇതൊക്കെ, വയസ്സായവർക്ക് വായിക്കാനുള്ളതല്ലേ, 10 മിനിറ്റ് സംസാരിച്ചു എത്ര നേരമായി കണ്ടിട്ട് എന്ന് നമ്മൾ പറച്ചിട്ട് പറയും. അപ്പൊ നമ്മൾ അവിടെ എതിർക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ആ സമയത്ത് സാധാരണഗതിയിൽ ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് ഉണ്ടാവത്തില്ല. അപ്പൊ ഓക്കെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ആരാ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ പോവുകയാണെങ്കിൽ സുശീം പോവുകയാണെങ്കിൽ സുശീം പ്രൂ ഒരു എക്സ്ക്യൂസ് പറയാം 10 മിനിറ്റ്. ഇത് ഇങ്ങനെ പോകുമ്പം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് ഒരു പ്രിലിമിനറി സ്റ്റേജിൽ നമ്മൾ പുറമോട്ട് വരാനുള്ള സാധ്യത.
അതേസമയം പ്രിലിമിനറി സ്റ്റേജ് കഴിഞ്ഞ ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ പ്രാകൃതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് തീർച്ചയായിട്ടും ബന്ധപ്പെടാം, കൂടാം. അവർക്ക് കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പം സധൈര്യം അങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവും, അവർ നിലയിലെത്തുന്നു. അങ്ങനെ അല്ല, ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 10 മിനിറ്റ് ചെലവഴിക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൂടാം എന്ന് തുറന്ന് പറയാനുള്ള മനസ്സ്. അങ്ങനെയാണെങ്കിൽ ദുബായിലൊന്നും ആർക്കും ജോലി ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഉള്ളവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. നമ്മൾ അവരെ ഇടയിൽ നിൽക്കുമ്പോഴും നമ്മളിങ്ങനെ ആണെന്ന് അവർക്ക് മനസ്സിലായാൽ മാത്രമേ അവരിത് എന്താണെന്ന് പോലും അന്വേഷിക്കൂ. തീർച്ചയായിട്ടും നമ്മൾ അവരോട് സഹകരിക്കില്ല, നമ്മൾ അവരോട് കൂടുതൽ അതുകൊണ്ട് മാറി നിന്ന് അവർക്കറിയില്ല നമ്മൾ എന്താ ചെയ്യുന്നത്. അങ്ങനല്ല പറഞ്ഞത്, ആ ഒരു തലത്തിലോട്ടല്ല പറഞ്ഞത്. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. നമ്മള് അങ്ങനെ ഒരു പ്രോബ്ലം അതിനകത്ത് ഉണ്ടോന്ന് എനിക്ക് സംശയം ഇല്ല. ഈ അതുകൊണ്ടാണോ പണ്ട് ഈ ബ്രാഹ്മണന്മാരൊക്കെ ഒരുപാട് ഐസൊലേറ്റ് ചെയ്ത് അവർ ബാക്കിയുള്ളവരൊക്കെ മ്ലേച്ഛന്മാരായി കണ്ടു, മാറി നിൽക്കുകയും ഇത് എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോവുകയും ചെയ്തു. ഐസൊലേഷൻ ഇടയ്ക്ക് വന്നതാ, ഇടയ്ക്ക് കൂടിയതാണ്. ഐസൊലേഷൻ വരാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അത് അറിവില്ലായ്മയാണ്. കിടപ്പുണ്ട്. ഭഗവത്ഗീത പ്രോബ്ലം ഇല്ല, ഭഗവത്ഗീതയിൽ ആ പ്രോബ്ലം ഇല്ല. ഭഗവത്ഗീത കൃത്യമായിട്ടുണ്ട്. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണിക ഉണ്ട്. പണ്ഡിതനോടും പാമരനോടും മായമാംസം കഴിക്കുന്നുണ്ട്, ചണ്ടാളനോടും. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ശ്ലോകത്തിലും അത് പറയുന്നുണ്ട്. അതെ, അവരെ പതുക്കെ കൃഷ്ണാവബോധ ലൈനിലോട്ട് കൊണ്ടുവരാൻ നീ ശ്രമിക്കണം, അല്ല അവരോടൊന്നും ചെയ്യരുതെന്ന് പറയല്ല ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡിവോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി പ്രയാസമാണ്. കാര്യം അവര് പുറമോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഡിവോട്ടി എവിടുന്നാ വരുന്നത് പ്രഭു? സ്റ്റാർട്ട് ചെയ്യുന്ന ഡിവോട്ടി എവിടുന്നാ വരുന്നത്? ഈ കൂട്ടത്തിലല്ലേ വന്നത്? സ്റ്റാർട്ട് ചെയ്യുന്ന ഡിവോട്ടി ആരാ കൊണ്ടുവന്നത്? ആരെങ്കിലും കൊണ്ടുവരുന്നതായിരുന്നു, പറഞ്ഞിട്ട് പഠിക്കാൻ വരുന്നവരായിരിക്കും. ഓക്കെ, അവര് തിരിച്ചു പോകുന്നത് ഈ പഠിക്കുന്നതിന്റെ കുഴപ്പം കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. മറ്റുള്ളവർ വിളിക്കുന്നുണ്ടല്ല, ഇവിടുത്തെ കുഴപ്പം കൊണ്ടാണ് പോണത് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനോട് ഞാൻ എതിർക്കത്തില്ല. ഇവിടെ ക്ലാസ്സിൽ വന്നോണ്ടിരിക്കുന്ന എത്ര പേര് ഒഴിഞ്ഞു പോകണം? അവരൊക്കെ മറ്റുള്ളവർ വിളിക്കുന്നുണ്ടാണ് പോണത്, അല്ല അവർക്ക് ഇവിടുന്ന് കിട്ടേണ്ടതോ അല്ലെങ്കിൽ അവർക്ക് എന്തോ കിട്ടാനുള്ളതോ കിട്ടുന്നില്ല. അത് പറഞ്ഞിട്ട് കിട്ടാനുള്ളതോ കിട്ടുന്നില്ലെന്ന് പറയുമ്പോൾ അതിനകത്ത് പല ആംഗിളുണ്ട്, പല ആംഗിളും ഉണ്ടാവും, പല താല്പര്യം കൊണ്ട് വരുന്നവരുണ്ടാവാം. എന്ത് താല്പര്യം കൊണ്ട് വരാനാണ്? ഇത് രണ്ടും പഠിക്കാനാണല്ലോ വരുന്നത്, ഭഗവതും പഠിക്കാനാണ് വരുന്നത്. വ്യത്യാസമുണ്ട്. അത് പഠിക്കാൻ പറ്റിയാൽ അവര് വരും. അങ്ങനെ കഴിഞ്ഞ ആഴ്ച പ്രഭു ഞാൻ വേറെ കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മള് സത്സംഗത്തിൽ തന്നെ ഏകം തസ്യ ദേവസ്യ സേവ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ തുടർ ചർച്ചകളും 14ാം ഭാഗത്തിന്റെ തുടർ ചർച്ചകളും എല്ലാം അടുത്ത ബുധനാഴ്ച. തീർച്ചയായിട്ടും ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പം 5 or 10? 5 മതി. 5 മതി. 5 4 3 2 1 0 dim.